ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിക് റിലേറ്റ് ചെയ്ത് ഒരുപാട് സമയം കളയാനും ഇല്ല. കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നതിനെതിരായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ പുള്ളി മുഖ്യമന്ത്രിക്കെതിരെ കുറേ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1,00,000 രൂപ കൊടുത്തു. പിന്നീട് ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിലെ പോസ്റ്റൊക്കെ കണ്ടിട്ടോ പുള്ളി വീണ്ടും മലക്കം പറഞ്ഞു. അതിനുശേഷം KSFBയുടെ ആരെയോ വിളിച്ചിട്ട് പുള്ളി സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിനിമം ഒരു വിവരാവകാശ നിയമപ്രകാരം പുള്ളി ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ വന്നതിന് ശേഷമാണ് അതിൻ്റെ തെളിവുകൾ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഇതാരോടൊക്കെയോ സംസാരിച്ചെന്നും ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടും ഒക്കെ വന്നിട്ട് അതാണ് യഥാർത്ഥ സത്യം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനെയും നമുക്ക് ചോദ്യം ചെയ്യായിരിക്കും. മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തെ എല്ലാത്തിനെയും നമുക്ക് ചോദ്യം ചെയ്യാം, നമുക്കതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ വയനാട് ഇത്രയും വലിയ ദുരന്തം നടന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, എത്ര രൂപ കിട്ടിയാലും അത് അങ്ങോട്ട് ചെല്ലേണ്ട പൈസയാണ്. ആ ഒരു സഹായത്തിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ളൊരു പ്രവണതയാണ് അഖിൽമാരാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൻ്റെ പുറകെ നടക്കുന്നവരെല്ലാവരും ഒന്ന് വിചാരിച്ചോ, പുള്ളി മലക്കം മറിയും, മറുകണ്ഠം ചാടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തെളിവുകളൊന്നുമായിട്ട് നമ്മളിരുന്ന് വീഡിയോ ചെയ്യേണ്ട യാതൊരുവിധ കാര്യമൊന്നുമില്ല. അഖിൽമാരാർ രാഷ്ട്രീയമില്ലാത്ത ആളൊന്നുമല്ല. പുള്ളിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് ഏതുതരം രാഷ്ട്രീയമാണെന്ന് പുള്ളിയുടെ സിനിമയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം തോന്നിപ്പോയത് പറയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ദുരിതാശ്വാസ നിധി എന്ന് ആയിപ്പോയതാന്ന് തോന്നുന്നു ഏറ്റവും വലിയ കുഴപ്പമായിപ്പോയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പേരെടുത്തിട്ടാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടൊന്ന് പറയാൻ ശ്രമിച്ചാൽ, നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായി, അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ ഡേറ്റകളൊക്കെ ക്രോഡീകരിച്ച് എടുക്കേണ്ടത് ഇവിടെയുള്ള പഞ്ചായത്തിൽ നിന്നായിരിക്കണം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു പഞ്ചായത്തിലാണ്, എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് വിഭാഗത്തിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഡേറ്റയാണ് ക്രോഡീകരിച്ച് എടുക്കേണ്ടത്. പ്രധാനമന്ത്രിയല്ല നേരിട്ട്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുടെയോ ഒക്കെ പിടിപ്പുകേട് കൊണ്ട് അനർഹരായവർ ഇതിനകത്ത് കയറി കൂടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രധാനമന്ത്രി കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ വോട്ട് ചെയ്ത് ഇവിടെ ലോക്കലി വിജയിപ്പിച്ച ആളുകളൊക്കെ ആയിരിക്കും ഇത് ചെയ്യേണ്ടിയിരുന്നത്. അവർക്കൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാ കുറ്റങ്ങളും വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ? അഖിൽമാരാർ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പിണറായി വിജയൻ ഉത്തരം പറയണം. വിജയ നിങ്ങൾ ഊടുങ്ങും, ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ അഖിൽമാരാർ തലേ ദിവസം പറയണതല്ല പിറ്റേ ദിവസം പറയണത്. അഖിൽമാരാർ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കുക. ഈ പറഞ്ഞ പോലെ അഖിൽമാരാർ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരം ചോദിച്ചിട്ട് അതിനൊരു മറുപടി കിട്ടിയിട്ട് ആ ഒരു ഡേറ്റ പുള്ളിക്ക് തൃപ്തികരമല്ലാതെ വന്നിട്ട് അതിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അതുമാത്രമല്ല, വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുതിർന്നു വരുന്നവർക്ക് എതിരെ അല്ലെങ്കിൽ അവരോട് സഹായിക്കണ്ട എന്നുള്ള രീതിയിൽ ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമയത്ത് വയനാട്ടിലേക്ക് ചെല്ലേണ്ട 1 രൂപയോ 10 രൂപയോ ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആയാലും അതെല്ലാം വേണ്ടതാണ്. ഈ ദുരന്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നാളെ നമ്മുടെ എവിടെയും സംഭവിച്ചേക്കാം. ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലുള്ള എന്തൊക്കെയോ പകയോ രാഷ്ട്രീയമോ ഒക്കെ വെച്ചിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിലേക്ക് അഖിൽമാരാർ വലിയൊരു ദുരന്തമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അഖിലിനെയൊക്കെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയില്ല. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ അമർഷമോ ഒക്കെ ഈ രീതിയിലല്ല തീർക്കേണ്ടത്. അത് വയനാടിനോടല്ല തീർക്കേണ്ടത്. അഖിലിന്റെ വിചാരം ബിഗ് ബോസ് എന്തോ വിജയിച്ച് വന്നപ്പോഴത്തേക്ക് ലോകം കീഴടക്കിയ പോലെ എന്തോ ആയ പോലെയാണ്. അഖിൽ ബിഗ് ബോസിൽ ചെയ്തിരുന്ന എന്റർടൈൻമെന്റ് ഫാക്ടർ ഓക്കെയാണ്. അല്ലാതെ അഖിലിന്റെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നുമായിട്ട് അല്ലെങ്കിൽ അഖിലിന്റെ ഇതുപോലത്തെ വിടുവായത്തരം നേരവും കാലവും നോക്കാതെ ആൾക്കാരെ ഓരോന്ന് എടുത്ത് പറയുന്നതും, അതുപോലെ ഇത്രയും വലിയ ദുരന്തം നടന്നപ്പോൾ ഇത്രയും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അഖിൽ കാണിച്ചു കൂട്ടുന്ന ഈ വക കോമാളിത്തരം ഉണ്ടല്ലോ, ഈ വക പിന്തിരിപ്പം പരിപാടി ഉണ്ടല്ലോ, അതിനോടൊന്നും ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. അതിൽ വലിയ സംഭവമായിട്ട് തോന്നണവരൊക്കെ ഉണ്ടാവും. പക്ഷെ ശരിക്കും മാറിയെന്നൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കോമാളിത്തരമൊക്കെ തന്നെയാണ് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽ കേരളത്തിൻ്റെ ദ്രൂറാട്ടിയാന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലും നോക്കാതെ വന്നിരുന്നിട്ട് മൈക്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന അഖിലിനെയാണ് ദ്രൂറാട്ടിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനോട് എന്തെങ്കിലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അതൃപ്തിയോ വെറുപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഈ അഖിൽമാരാർക്ക് ഉണ്ടെങ്കിൽ അത് ഈ വയനാട്ടിലെ പോലുള്ള ദുരന്തം നടക്കുന്ന സമയത്ത് ഛർദ്ദിക്കേണ്ട കാര്യമല്ല. അഖിലിൻ്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞാണ്
ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സംശയം പറഞ്ഞതെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പുള്ളി കൊണ്ട് 1,00,000 രൂപ കൊടുത്തത്. അതിനെയും പുള്ളി ന്യായീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. പുള്ളിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് പുള്ളി പൈസ കൊടുത്തിട്ടല്ല പുള്ളി അതിനെ പ്രതിഷേധിക്കേണ്ടത്. പുള്ളിക്ക് വേണമെങ്കിൽ അതിനോട് സഹകരിക്കാതിരിക്കാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു നേരുണ്ടായേനെ. ഇതങ്ങനെയല്ല. പുള്ളി ആദ്യ ദിവസം പറഞ്ഞതിന്ന് വ്യത്യാസമായിട്ട് മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അവിടെ അത് ശരിയല്ല ഇതാണെന്ന് തോന്നുന്നു. പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ല മറ്റാരെങ്കിലും ചെയ്ത വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് പുള്ളി വീണ്ടും ഇപ്പുറത്തേക്ക് വീണ്ടും ചാടുന്നത്. അടുത്ത ദിവസം ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നേരെ തിരിച്ചു പറയും. എന്തായാലും ഇതിൻ്റെ എല്ലാം കണക്ക് കൃത്യമായിട്ടുണ്ടാവും. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കാണും. ഇപ്പോൾ വേണമെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാകരണം എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സമേതം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിദ്യാകരണം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും. ഇതുപോലുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് വരെ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അഖിൽമാരാർ എവിടെയോ പോയി തപ്പിത്തെരഞ്ഞുകൊണ്ട് വന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ പറയാൻ ഭയങ്കര വിഷമമുണ്ട്. നമുക്കറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ദുരിതത്തിൽ പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കണം എന്നുള്ളൊരു മനസ്സോടുകൂടിയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു പോവുക, ഒരു ദിവസം കൊണ്ട് നമ്മുടെ എല്ലാം ഇല്ലാതായി പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളെപ്പോലുള്ളവർ മറ്റ് ജില്ലകളിൽ ഇരുന്നത് കാണുമ്പോൾ ഒന്നും നമുക്ക് തോന്നില്ലായിരിക്കും. ടി വിയിലെ വാർത്തകൾ മാത്രമായിരിക്കും. അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയാണ്, അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഈ അഖിലിനെ പോലുള്ളവർക്ക് എങ്ങനെ സാധിക്കണമെന്നറിയില്ല ഈ വയനാട്ടിലേക്ക് കിട്ടുന്ന സഹായം ഇല്ലാതാക്കാൻ. ഒരു പകുതി സംശയത്തിലിരിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ എൻ്റെ 100 രൂപ പോകണ്ട അല്ലെങ്കിൽ എൻ്റെ ഒരു 1000 രൂപ പോകണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടാനുള്ള ഓരോ പൈസ അതുപോലെ ഇല്ലാതാവും. അഖിലിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അഖിലിൻ്റെ ചിന്താഗതിയുമായിട്ട് ഏറെക്കുറെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും അവരെല്ലാം. അഖിലിൻ്റെ ചിന്തയോടൊപ്പം സഞ്ചരിക്കുന്നവരായിരിക്കും അവർ കൂടുതൽ വരും. എന്നാലും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാന്നുള്ള മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കും. അവരുടെയൊക്കെ മനസ്സിലേക്ക് ഒരു കനൽ വാരിയിടുകയാണ് അഖിൽ ഇത്. മറ്റെന്ത് വിശ്വസനീയമായ മാർഗമുണ്ട് വയനാട്ടുകാരെ സഹായിക്കാൻ? നിലവിൽ വിശ്വാസികളെ ആശ്രയിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതുപോലുള്ളവന്മാരുടെ വർത്തമാനം കേട്ടിട്ട് സഹായം നമ്മൾ എത്തിക്കാതിരിക്കരുത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും അഖിൽമാരാരെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും എല്ലാവരും നമ്മുടെ കോമൺ സെൻസ് വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയുക. രാഷ്ട്രീയവും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് ഇപ്പം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക്